ഹലോ. അപ്പോൾ രാവിലെ തന്നെ ഓറിയനോട് കുറച്ച് കുശലൊക്കെ പറയാണ്. എൻ്റെ കുശലം കേട്ടിരിക്കണമല്ലോ എന്നുള്ള ഭാവമാണ് ഓറിയോയ്ക്ക്. എല്ലാവരും ഓണത്തിന് സദ്യയുടെ വീഡിയോയും ഫോട്ടോയൊക്കെ ഇട്ടും അയച്ചൊക്കെ തന്നു കഴിഞ്ഞപ്പോൾ എനിക്കും ഭയങ്കര ആഗ്രഹമായിരുന്നു ഒരു സദ്യയെങ്കിലും കഴിക്കണമെന്ന്. കുറേ ആയില്ലേ സദ്യയൊക്കെ കഴിച്ചിട്ട്. ഞാൻ മമ്മീനോട് എൻ്റെ ആഗ്രഹം പറയുമ്പോൾ മമ്മി ഒന്നും പറഞ്ഞില്ല, മമ്മി പറഞ്ഞ് ഞാൻ ഉണ്ടാക്കി തരാം എന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ രാവിലെ താത്ത നമ്മളോട് കുശലൊക്കെ പറയാൻ വന്നിട്ടുണ്ട്. താത്തനോടും കുറേ നേരം വർത്താനമൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ചെയ്തൊരു പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പയർ മെഴുക്കുവരട്ടിയാണ്. ബാക്കിയെല്ലാം മമ്മിക്ക് ഞാൻ അരിഞ്ഞു കൊടുത്തു. പക്ഷെ ഞാൻ ചെയ്യാൻ എനിക്കറിയത്തില്ല, കൂടുതലും മമ്മിക്കാണ് കറികളൊക്കെ അറിയാം. എല്ലാവരും കൂടി ഇരുന്ന് ഇങ്ങനെ സദ്യയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഭയങ്കര രസമാണ്. പപ്പ ഉണ്ടായിരുന്നു, മമ്മി ഉണ്ടായിരുന്നു, ഞാൻ, അന്നു, അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടിയാണ് ഉണ്ടാക്കിയത്. മെയിൻലി മമ്മിയുടെ കരങ്ങളാണ് എങ്കിലും ഞങ്ങൾ ആവശ്യത്തിന് സഹായങ്ങളൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ സദ്യ കഴിക്കാൻ വേണ്ടി ഞാൻ കുളിച്ച് സുന്ദരിയായിട്ട് വന്നിട്ടുണ്ട്. ഞങ്ങൾ എല്ലാവരും കൂടി ഉള്ളപ്പം ഇങ്ങനെ ഒരു സന്തോഷമാണല്ലോ, നമ്മളെല്ലാവരും കൂടി ഇരുന്ന് ഇങ്ങനെ ഉണ്ടാക്കി വർത്താനമൊക്കെ പറഞ്ഞ്. അല്ലാതെ ഓണം പ്രമാണിച്ചിട്ടൊന്നും അല്ല കേട്ടോ ഞങ്ങൾ സദ്യ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. സദ്യ കഴിക്കാൻ എനിക്കൊരാഗ്രഹം ഞാൻ പറഞ്ഞപ്പം പപ്പ മമ്മി ഓക്കെ പറഞ്ഞു, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. എല്ലാവരും ഒരുമിച്ചിരുന്ന് വർത്താനമൊക്കെ പറഞ്ഞ് ഫുഡൊക്കെ കഴിച്ചു. അവസാനം എനിക്ക് പഴവും പായസവും പപ്പടവും കൂടെ ഒരുമിച്ച് മിക്സ് ചെയ്ത് കഴിക്കുന്ന കേട്ടോ ഭയങ്കര ഇഷ്ടം. എനിക്ക് പായസം ഒറ്റയ്ക്ക് കഴിക്കാൻ ഇഷ്ടമല്ല, ഇങ്ങനെ ഒരുമിച്ച് കഴിക്കാൻ ഇഷ്ടം. പിന്നെ നമ്മൾ ഈവനിങ് ആയപ്പോൾ നമ്മൾ പുറത്ത് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ, ഓറിയോ, അപ്പു, അന്നു, മമ്മി, പപ്പ എല്ലാവരും കൂടെ നമ്മൾ പുറത്തേക്ക് പോയി. നമ്മൾ ഇന്ന് മിനി ഊട്ടിയിലാണ് പോകാൻ പോകുന്നത്. മലപ്പുറം ഡിസ്ട്രിക്റ്റിലുള്ള ഒരു സ്ഥലമാണ് മിനി ഊട്ടി. കൊണ്ടോട്ടിക്കൊക്കെ അടുത്തായിട്ട് വരും. എൻ്റെ ഫോണൊന്ന് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതിൻ്റെ വീഡിയോ ഒക്കെ എൻ്റെ പഴയ ഫോണിലായിപ്പോയി. ഞാൻ പിന്നെ ബാംഗ്ലൂർ വന്ന ശേഷമാണ് ഞാനത് ഓർക്കുന്നത്. പിന്നെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി. 1.5-2 മണിക്കൂർ ഉണ്ടായിരുന്നു കേട്ടോ നമുക്ക് യാത്ര ചെയ്യാൻ. അതുകൊണ്ട് തന്നെ നമ്മൾ ചായ കുടിച്ചിട്ടാണ് നമ്മൾ അതിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നത്. നമ്മൾ ആദ്യം തന്നെ ഗ്ലാസ് ബ്രിഡ്ജ് കയറി കേട്ടോ. അപ്പോൾ ഗ്ലാസ് ബ്രിഡ്ജ് നല്ല രസമുണ്ട്. ഒരു മസ്റ്റായിട്ട് നമ്മൾ ഒരു വട്ടമെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യണം. കാരണം എൻ്റെ പപ്പയ്ക്ക് ഭയങ്കര പേടിയായിരുന്നു. പക്ഷെ നല്ല രസമാണ്. നമുക്ക് ആദ്യം ഒരു ചെറിയ പേടിയൊക്കെ തോന്നും, പിന്നെ നടന്നു കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ് കേട്ടോ. അപ്പോൾ നല്ല ഭംഗി, നല്ല കാറ്റൊക്കെ കൊണ്ട് നമ്മൾ അവിടെ ഇരുന്നു കേട്ടോ. എയർപോർട്ടിൻ്റെ ഒക്കെ അടുത്താണ് നമുക്ക് ഫ്ലൈറ്റ് ഒക്കെ പോകുന്നതും വരുന്നതൊക്കെ കാണാം, അടുത്തുനിന്ന് കാണാം കേട്ടോ. അപ്പം അത് മാത്രമല്ല നമുക്ക് എയർപോർട്ട് കാണാൻ പറ്റത്തില്ല, പക്ഷെ നമുക്ക് ഫ്ലൈറ്റ് ഇങ്ങനെ താന്ന് പറക്കുന്നതൊക്കെ കാണാം. ഈവനിങ് ആയപ്പോൾ ലൈറ്റ് ഒക്കെ ഇട്ടിട്ട് സെറ്റായിരുന്നു. അപ്പോൾ പിന്നെ നമ്മൾ ഒരു 7 മണി 7:30 ഒക്കെ ആയപ്പോൾ നമ്മൾ അവിടെ നിന്ന് പോകുന്നു കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ.